പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത് കാണിച്ച സമ്മർ ബേബി ഫ്രോക്ക് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇന്നും ഈ ഒരു മോഡൽ സമ്മർ ബേബി ഫ്രോക്കാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ താഴത്തെ ഭാഗത്ത് പ്ലീറ്റ്സ് വരും, ബാക്ക് സൈഡ് എലൈൻ മോഡൽ വരും, ലോങ് സിബൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 4-5 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് ചെയ്തിട്ടുള്ളത്. ഇതായിട്ട് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ 1 മീറ്ററും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്ലൂ കളർ മെറ്റീരിയൽ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിടാം. എന്നിട്ട് നമ്മൾ ഫ്രോക്കിന് 24 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 25.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് സീം അലവൻസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 10 അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യണം. 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ആം ഹോളും 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് അത് രണ്ടും കൂടി ഞാൻ ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ട് 24 ഇഞ്ചാണ് വരിക. അതിൻ്റെ 4/1 ഭാഗം 6 ഇഞ്ച് വരും. ഞാനൊരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി വേസ്റ്റ് ലെങ്ത്ത് 10 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് ടോട്ടൽ 23 ഇഞ്ചാണ് വരിക. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 5.25 വരും. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് ലൂസും അതുപോലെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. എന്നിട്ട് ഈ വേസ്റ്റ് ലൈനിന് താഴത്തോട്ടേക്ക് ഇതുപോലെ നമുക്കൊന്ന് ചെരിച്ച് വരച്ചെടുക്കാം എ ലൈൻ മോഡലിൽ. എന്നിട്ട് ഇവിടെ താഴെ ഞാൻ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു കർവ് ഷേപ്പിലൊന്ന് അവിടെ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആം ഹോൾ നമുക്ക് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരക്കാം. അതുപോലെ ഫ്രണ്ട് നെക്ക് ഞാനൊരു യു ഷേപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. അത് ഇതുപോലെ വരച്ചു. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാൻ ലാസ്റ്റിലേ കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 മീറ്റർ തുണി എടുത്തില്ല. അതിലാവശ്യമുള്ള കുറച്ച് മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു 1.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ട് അത് താഴെ വരെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുക്കാനാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ നമ്മളിപ്പോൾ വരച്ച ലൈനിൻ്റെ അപ്പുറത്തെ സൈഡിലാക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 2 ഇഞ്ച് മതി. അപ്പോൾ ആ 2 ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ച് ഈ ബാക്ക് പീസില്ലേ, അതിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു ഭാഗത്താണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പീസൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതാ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ മുതൽ താഴത്തോട്ടേക്ക് ഒരു 13 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈനൊന്ന് അവിടെ വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വരച്ച ലൈനിൻ്റെ താഴത്തോട്ടേക്ക് നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ തുണിയുടെ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നോക്കുക. ഇത് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മളെടുത്ത ഈ തുണീൻ്റെ വിഡ്ത്ത് ഒരു 12.5 ഇഞ്ചെങ്കിലും വേണം. താഴെ നമുക്ക് 1/2 ഇഞ്ച് മടക്കി അടിക്കാൻ വേണം. കണ്ടില്ല? അപ്പോൾ ഞാൻ 12.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ലെങ്ത്ത് മെഷർ ചെയ്ത് നോക്കുക. ഇത് 17 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 3 ഇരട്ടി ലെങ്ത്തിൽ ഈ ഒരു ക്ലോത്ത് എടുക്കണം. അപ്പോൾ 17ൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 51 ഇഞ്ച് വരും. അത്രയും ലെങ്ത്തിൽ ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ നമ്മൾ നേരത്തെ 13 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ,
അതിൽ നിന്ന് താഴത്തോട്ടേക്ക് ഒരു 2 ഇഞ്ചിൽ മാർക്കിങ് കൊടുത്തിട്ട് ഇതാ ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതാ പ്ലീറ്റ്സ് ഇടേണ്ട തുണിയുടെ അടിഭാഗം ഞാൻ 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അതിന് ശേഷം നമുക്ക് ഇതിൽ പ്ലീറ്റ്സ് ഇടാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് 1.5 ഇഞ്ച് വിട്ടിട്ട് ഓരോ മാർക്കിങ് കൊടുക്കാം. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് വിട്ട് വരുന്ന പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്ലീറ്റഡ് സ്കേർട്ടെല്ലാം ചെയ്യില്ലേ, അതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ആ എൻഡ് വരെ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഫുള്ള് മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ആദ്യത്തെ ആ ഒരു ലൈൻ ഒഴിവാക്കുക. അതിന് ശേഷം വരുന്ന ഫസ്റ്റ് വന്നിട്ട് 3rd ലൈനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെക്കുക, മടക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു ക്ലിപ്പോ പിന്നോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി വരുന്ന ഫസ്റ്റ് ലൈൻ എടുക്കുക, എന്നിട്ട് 3rd ലൈനിൻ്റെ മുകളിലേക്ക് വെക്കുക. അത് വീണ്ടും നമുക്ക് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം വരുന്ന ഫസ്റ്റ് ലൈൻ എടുക്കുക, 3rd ലൈനിൻ്റെ മുകളിൽ വെക്കുക. ഇതേപോലെ നമുക്ക് എൻഡ് വരെ പ്ലീറ്റ്സ് ഇട്ട് പോവാം. അതിന് ശേഷം അത് നന്നായിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടും, ഒരേ അളവിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതുപോലെ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുത്തതിന് ശേഷം നമുക്ക് ആ എൻഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു. അതിന് ശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എൻഡ് വരെ. അപ്പോൾ ഞാൻ ഫുള്ളായി പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ട് മുകളിൽ സ്റ്റിച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ വെക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു കോർണർ മുതൽ അപ്പുറത്തെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അത് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് എക്സ്ട്രാ തുണി വരുന്നുണ്ട് 2 സൈഡിലും. ആ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ 12.5 ഇഞ്ചാണ് വരുന്നത് ഈ ഒരു ലെങ്ത്ത്. അപ്പോൾ ഞാൻ 13.5 ഇഞ്ചിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വെടുത്തുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് ഒരു പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തിയിട്ട് നമുക്ക് പുറത്തേക്ക് തിരിച്ചിടാം. നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു പീസ് നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഇനി ആ ഒരു പീസ് നമുക്ക് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഈ ഫ്രണ്ടിൽ ഇതുപോലെ വെച്ചിട്ട് 2 സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് സ്റ്റിച്ചല്ലേ വരുന്നത്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്കും ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉടുപ്പ് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലെത്തുമ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലേസ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ബാക്ക് പീസിൽ നമുക്ക് എങ്ങനെയാണ് സിബ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1.5 ഇഞ്ച് വിഡ്ത്ത് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ സിബ് അറ്റാച്ച് ചെയ്യാൻ. ആ ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് 2 സൈഡും മാർക്ക് ചെയ്ത് എടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. അപ്പം ദാ ഇതുപോലെ ഈ ഒരു വലിയ സിബ്ബാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇൻവിസിബിൾ സിബ്ബാണ്. ഇനി നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം ആദ്യം ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കുക. അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ചിലേക്ക് ഒന്നും കൂടി മടക്കുക. അപ്പോൾ നമ്മൾ എടുത്ത ടോട്ടൽ 1.5 ഇഞ്ച് ഇതുപോലെ മടക്കി എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതുപോലെ ഞാൻ ഈ 2 പീസിലും ഇങ്ങനെ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി പിന്നെ വീണ്ടും 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ സൈഡിലേക്കൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ സൈഡിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസിലും അതേപോലെ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ സിബ്ബ് നമ്മൾ ഇതുപോലെ നമ്മൾ തുറക്കാൻ വേണ്ടി എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം നമുക്ക് ആ സിബ്ബ് ഇതുപോലെ ഒന്ന് തുറക്കുക. തുറന്നതിന് ശേഷം ഈ ഒരു ഭാഗം നേരെ തിരിച്ച് ഇങ്ങനെ വെക്കുക. തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം പിൻ ചെയ്ത് വെക്കാം. താഴെ വരെ നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് മാറിപ്പോവുകയൊന്നും ചെയ്യില്ല, കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനു വേണ്ടി ഞാൻ താഴെ വരെ ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് പിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സിപ്പർ ഫൂട്ട് ഇട്ടിട്ട് ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സിപ്പർ ഫൂട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഓരോ പിന്നായിട്ട് മാറ്റി ഈ ഒരു ക്ലോത്തിൻ്റെ സൈഡിൽ കൂടി ഈ സിപ്പിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ താഴെ വരെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സിപ്പർ ഫൂട്ട് ഇട്ടിട്ട് ചെയ്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. താഴെ എത്തുമ്പോൾ നമുക്കൊന്ന് ലോക്ക് ചെയ്തിട്ട് അവിടെ നിർത്താം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ഈ സൈഡിൽ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു സിബ്ബ് ഇതുപോലെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് അവിടെയും നമുക്ക് പിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്തില്ലേ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ഇൻഡസ്ട്രിയൽ മെഷീൻ ആണെങ്കിൽ നമ്മൾ 2 സൈഡിലും സിപ്പിന് വേറെ വേറെ സിപ്പർ ഫൂട്ടാണ് ഉള്ളത്. ആ സിപ്പർ ഫൂട്ട് മാറ്റിയിട്ടിട്ട് ഈ സൈഡും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സിബ്ബ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സിബ്ബ് നമ്മൾ മേലോട്ടേക്ക് വലിക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ സിബ്ബൊന്നും അവിടെ കാണില്ല. ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇൻവിസിബിൾ സിബ്ബാണ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് ഓപ്പണായി കിടക്കുന്നുണ്ട്. അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഈ സൈഡിൽ കൂടി നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിക്കാം, ഓപ്പൺ ചെയ്ത് കാണിക്കാം, കണ്ടില്ലേ? അപ്പോൾ താഴത്തോളം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി ഈ ഒരു ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ 1/2 ഇഞ്ചിലൊന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ ഞാൻ അതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ആം ഹോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്യുന്നതും ഇതുപോലെ റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ആ ഒരു പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഉള്ളിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് പുറത്തേക്ക് മടക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ അവിടെയും ഈ സെയിം ക്ലോത്തിൻ്റെ ബോർഡർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി ഈ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ക്രോസ് പീസിൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ടതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ പുറത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ മേലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡിലും ആ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് ഇതിൻ്റെ നെക്കും ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ആ ഒരറ്റം പുറത്തേക്കൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അവിടെയും ഈ സെയിം ക്രോസ് പീസിൻ്റെ ആ ഒരു ബോർഡർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെയും ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഇതുപോലെ ഈ ക്രോസ് പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് അങ്ങ് എൻഡ് വരെ. അതുപോലെ മറ്റേ എൻഡിലെത്തുമ്പോഴും നമ്മൾ ആ ഒരു ഭാഗം മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ഭാഗം നമുക്ക് പുറത്തേക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ സ്ലീവിൻ്റെ സൈഡിൽ ചെയ്തില്ലേ അതേപോലെ തന്നെ ഈ ഭാഗം വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ പുറത്തേക്ക് മടക്കി വെക്കുക. എന്നിട്ട് ആ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ സെയിം ക്ലോത്തിൻ്റെ ഒരു ബോർഡർ നെക്കിന് ചുറ്റുമായിട്ട് കിട്ടുകയും ചെയ്യും. നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നെക്കും ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് വരെ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ വേസ്റ്റിൻ്റെ അവിടെയും ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ വരച്ചെടുക്കാം. നമ്മൾ എന്നിട്ട് ആ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി താഴത്തോട്ടേക്ക് നമ്മൾ അര ഇഞ്ച് മാത്രം ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഉടുപ്പ് നല്ല ഭംഗിയിലുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. താഴത്തോട്ടേക്ക് രണ്ട് സൈഡിലും അര ഇഞ്ച് മാത്രം സീം അലവൻസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. കണ്ടില്ലേ? തിരിച്ചിടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ഭാഗം ഇതുപോലെ എ ലൈനായിട്ടും ഫ്രണ്ടിൽ താഴെ ഇതുപോലെ പ്ലീറ്റ്സും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.